അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? ഇന്നലെ വെള്ളിയാഴ്ച, 40-ാം വെള്ളിയാഴ്ച, ശനിയാഴ്ച കുഴിക്കോട്ട് ശനിയാഴ്ച എന്ന് പറയും. അതായത് എൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്, ഈശോ ലാസറെ ഉയർപ്പിച്ചില്ലേ? ഈശോ ലാസറെ ഉയർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ലാസറിൻ്റെ വീട്ടിൽ ചെന്ന് ലാസറിൻ്റെ പെങ്ങന്മാരായ മർത്തയും മറിയവും, അതിൽ മർത്ത എന്ന് പറയുന്ന സഹോദരി ഈശോയ്ക്ക് സന്തോഷത്തിൻ്റെ പേരിൽ പെട്ടെന്ന് അല്പം പൊടിയെടുത്ത് മാവ് കുഴച്ച് ഈശോയ്ക്ക് മധുര പലഹാരം ഉണ്ടാക്കിക്കൊടുത്ത്, അത് കോഴിക്കോട്ടെ രൂപത്തിലുണ്ടാക്കിയതാണ് കോഴിക്കോട്ടെ എന്ന് പറയുന്നത്. അതാണ് കോഴിക്കോട്ടയുടെ ഐതിഹ്യം. അപ്പോൾ അത് അന്നത്തെ ആ ദിവസത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ആ ശനിയാഴ്ച ദിവസം അത് കോഴിക്കോട്ടെ ശനിയാഴ്ച എന്ന് പറയുന്നു. അപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ് 2 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളം, പിന്നെ അതിനകത്തേക്ക് ഇച്ചിരി ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പം നമുക്ക് സ്റ്റിക്കി ആകാതിരിക്കും. 2 സ്പൂണ് ഓയിൽ, എന്തായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പം അതൊഴിച്ച് കഴിഞ്ഞ് നല്ല തിളച്ച്, ഉപ്പിട്ട് നല്ല തിളച്ച് വെന്ത വെള്ളം ഒഴിച്ച് നമുക്ക് പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ കുഴക്കുന്നത് തന്നെയാണ് കോഴിക്കോട്ടേക്കും കുഴക്കുന്നത്. ഞാൻ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതേ നല്ല ശർക്കര, കരിപ്പട്ടി പോലെ തന്നെയുള്ള ശർക്കരയാണ്. ഈ എന്നാ അട്ടിയാണോ എന്താ, എനിക്ക് ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര് അറിയില്ല. അവിടെ നിന്ന് വാങ്ങിയ നല്ല കരിപ്പട്ടിയുടെ ടേസ്റ്റുള്ള ശർക്കര അതെടുത്തിട്ടുണ്ട്. പിന്നെ അതേ ജീരകവും ഏലക്കയും പൊടിച്ചത്, അതും കൂടി ഇട്ട് തിരുമ്മി നമ്മൾ ചെറിയ ഇങ്ങനത്തെ ഉണ്ടോ കുഴി പോലെ ഉണ്ടാക്കി അതിനകത്ത് ഇത് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം. അപ്പം നമ്മുടെ കോഴിക്കോട്ടെല്ലാം ഞാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. എത്രയുണ്ട്? 15 എണ്ണം ഉണ്ട്. ഒരു വാഴയിലയുടെ കഷ്ണം ഉണ്ടായിരുന്നു, അത് ഞാൻ ഇട്ടൊരു പാത്രത്തിൽ വെച്ചു. അപ്പം നമുക്ക് കോഴിക്കോട്ടെല്ലാം ഇറക്കി വെക്കാം. നമുക്ക് ഒരു വാഴയിലോട്ട് മൂടിയേക്കാം. വേണ്ട, ഇതൊരു വാഴയിലുണ്ട് മൂടാം. അപ്പോൾ നമ്മുടെ കോഴിക്കോട്ട വെന്തെന്ന് നമുക്ക് നോക്കാം. ഇലയൊക്കെ എടുത്ത് കളയട്ടെ. കോഴിക്കോട്ട വെന്തിട്ടുണ്ട്. തീ ഓഫാക്കി കുറേ നേരം വെയിറ്റ് ചെയ്ത് വെക്കാം. കോഴിക്കോട്ട റെഡിയായി കേട്ടോ. വേണ്ടേ? നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഉണ്ടാക്കിയോ? ഒന്ന് ക്രിസ്ത്യൻസൊക്കെ ഉണ്ടാക്കുമായിരിക്കും, കത്തോലിക്കർ. അപ്പം ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കട്ടെ. അപ്പോൾ സൂപ്പർ. എല്ലാവരും കടുങ്കാപ്പി കോഴിക്കോട്ടെ നല്ല കേട്ടോ, സൂപ്പറാ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സൂപ്പറായിട്ട് എല്ലാവരും കഴിക്കും കേട്ടോ. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.